വന്നേ ഞാൻ എന്റെ കാര്യം പറയാം. നിങ്ങൾ സംസാരിക്കും, ഞാൻ പോകുന്നു. എന്നോട് ഇരിക്കൂലേ? അതുകൊണ്ട് പോലെ വിനുവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും പറയാനുണ്ട്. ഞാൻ ഇവിടെ വേറെ അനു എന്റെ കുട്ടി പേടിപ്പിക്കാട്ടോ എന്നെ പഠിക്കുന്നു അറിയത്തില്ല. എന്തായാലും ബാക്കിയുള്ളവർ വരാത്ത അനുവിടെ അല്ല ഇനി വരാനുള്ളവര് എനിക്കറിയത്തില്ല. ഓർമ്മയില്ല. അവിടെ പറയാം അല്ലേ? അവിടെ പറയാം. ഇനിയിപ്പോ എനിക്ക് വാണിംഗ് സെലക്റ്റീവ് സീക്രട്ട് ഷെയറിംഗ്. അത് പ്രവീണിന്റെ സ്റ്റൈലിസ്റ്റാ. നല്ല സ്റ്റൈലിസ്റ്റാ. ഇതാണ് നല്ലത്. വിളിച്ചു പറഞ്ഞ് പുറത്തെ കാര്യം സംസാരിക്കണേ. അങ്ങനൊന്നും എല്ലാരും പറട്ടെ. പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മളിവിടെ റീയൂണിയന് വന്നതാണെന്നല്ലേ പറഞ്ഞത്? ഓർമ്മയുണ്ട്. എന്താടാ അത് മതിയല്ലോ. അതിലാണ് ഇപ്പൊ പിടിച്ചേക്കുന്നത്. അത് ഹിറ്റായില്ലേ? ആ പാട്ടോണ്ട് എത്ര സ്റ്റേജ് പ്രോഗ്രാം കിട്ടി. അതൊക്കെ ഇവിടെ പറഞ്ഞു. നീ ലേറ്റ് ആയി പോയി. ഞാൻ ഇപ്പഴാ അറിയുന്നത്. ഞാനൊന്ന് ടോപ്പ് ആക്കട്ടെ. തമിഴ് സിനിമയിൽ നിന്ന് പാട്ട് പാടാൻ അവസരം അതൊക്കെ ഇപ്പോഴും പാടുന്നുണ്ട് പ്രോഗ്രാമിന്. തമിഴ് ടിഷ്യൂ പേപ്പർ ചുമ്മാ എടുത്തിട്ട് മൂക്കിൽ വെക്കുക. കുറച്ച് നേരം പരസ്യം ഞാൻ ഇത് പൂ ഉണ്ടാക്കി കണ്ടായിരുന്നു. എന്റെ ബെഡിന്റെ അവിടെ ഉണ്ട്. അവിടെ ഞാൻ പൂവുണ്ടാക്കുന്നതാണ്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് പൂവുണ്ടാക്കുന്നു മാങ്ങ വെക്കുന്നു കാണാതിരിക്കും. അതിനാവശ്യമില്ല. പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വിദേശ പര്യടനത്തിലായിരുന്നു ഞാൻ. ബിഗ് ബോസിനെ കാണാൻ പറ്റും. ബിഗ് ബോസ് എനിക്കൊന്ന് കാണണം. മനുഷ്യനെ കാണണം. പോണേനും ഇറങ്ങിട്ടെങ്കിലും കാണും. പുള്ളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് എല്ലാവർക്കും പോയി കാണാട്ടെ ബിഗ് ബോസിനെ. പിന്നെ പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പാവം എങ്ങനെ കണ്ടാല് ഒരു ശുണ്ടായിരിക്കും. ശുണ്ടാപ്പി ശുണ്ടി ശുറ്റല്ലേ? എന്റെ ശുണ്ടുപണിയല്ലേ? അതായത് അങ്ങനെ പേര് അത് കണ്ടു. ബിഗ് ബോസിന്റെ ശുറ്റല്ലേ? എന്റെ നിനക്ക് എന്റെ ശുണ്ടാൻഡി അല്ലേ? എന്റെ ശുട്ടുമണിക്ക് ഞാനില്ലേ? ശുണ്ടാൻഡി എന്റെ ശുട്ടി പൂച്ച വിളിക്കണ വേണമെങ്കിലല്ലേ? പലവട്ടം പറഞ്ഞിട്ടുണ്ട് പൂച്ച പൂച്ച പൂച്ചാന്ന് വിളിക്കരുതെന്ന്. പിന്നെന്ത് വിളിക്കണം? കൊക്കോ. ആ പൂച്ച. ഞാൻ കൊക്കെന്ന് പറയില്ല, പൂച്ച. ആ പൂച്ച പെൺകുട്ടി അളിഞ്ഞ പ്ലാച്ചി അത് പറഞ്ഞു കുഴപ്പമില്ല. ഫീമെയിലാണോ മെയിലാണോ? ഫീമെയില്. അത് ഫീമെയിലാ? പ്രസവിക്കുമ്പോ എനിക്ക് തരുമോ? പ്രസവമൊക്കെ നിർത്തി. പ്രസവിച്ചിട്ടുണ്ടോ? സർജറി ചെയ്തു. കഷ്ടം. ഞാനും ചെയ്തിട്ടോ? പറയണ എന്ത് കഷ്ടം. ഇൻഡോർ ക്യാറ്റ്സ് അങ്ങനെ ചെയ്യണം നമ്മള്. അതിന് കഷ്ടമൊന്നുമില്ല. അവരുടെ ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് കൊടുക്കുന്നുണ്ടോ? എന്തോ ഓരോ നടി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കൊടുക്കുന്നില്ല. കൊക്കോയൊന്നും കൊടുക്കും. ഒരു ദിവസം കൊക്കോ കാണുന്നില്ല. അപ്പൊ ഞാൻ എടുത്തോണ്ട് പോയി. അപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്തില്ല. തിരിച്ചു എല്ലാം കൊക്കോ ചെയ്തോളൂ. മാന്തി പറിക്കും. എനിക്ക് പൂച്ചകളൊന്നും വലിയ താല്പര്യമില്ല. പൂച്ചയുടെ മൂക്കിൽ പുഴുണ്ട്. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഏതോ ഇത് കണ്ട ഏതോ വാട്സാപ്പിൽ ആരും ഫോർവേഡ് ചെയ്തതാണ്. ഇല്ല പിന്നെ പണ്ട് അമ്മൂമ്മ പറയും, അമ്മയൊക്കെ പറയും പൂച്ചയുടെ മൂക്കിൽ പുഴുണ്ട്. ഞാൻ പൂച്ച ഇഷ്ടം. 3 വയസ്സ് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് പിന്നെ ഒന്നും അതിനെ കുറിച്ച് നോക്കാൻ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഏതൊരു പൂച്ച പിടിച്ച് മൂക്കിലും കൈയിട്ട് നോക്കാൻ പറ്റും. ഇങ്ങനെ വലിക്കും ശബ്ദം കേട്ടിട്ടുണ്ടോ? അത് പറയുന്നത് ഭയങ്കര പറയുന്നത്.